ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബൈക്ക് നമ്മൾ വാഷ് ചെയ്യുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. മഴയത്ത് കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്ത് കാണാം ഈ ബൈക്ക് കംപ്ലീറ്റ്ലി ചെളി കയറിയിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ മഡ് ഗാർഡ് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. ബാക്കിൽ ഇങ്ങനെ ഒരു മഡ് ഫ്ലാപ്പ് മാത്രമേ വരുന്നുള്ളൂ. ആക്ച്വലി ഇതാണ് കാണാൻ ഏറ്റവും ഭംഗി. പക്ഷേ ഇതിന് വരുന്ന വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ചെളി കംപ്ലീറ്റ് നേരെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. നോക്കി കാണാം, കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് ചെളി തെറിച്ച് അങ്ങോട്ടായിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ വേർഷൻ 2 ആണെങ്കിൽ ഈ വീല് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു മഡ് ഗാർഡാണ് വന്നുകൊണ്ടിരുന്നത്. സോ ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ ഇതുപോലെ വീൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് ചെളിയും ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല, നമ്മളത് ക്ലീനാക്കി സൂക്ഷിച്ചാൽ മതി. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരുന്ന ചെളി സസ്പെൻഷൻ്റെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഇടയിലേക്ക് ഈ ഒരു മണൽത്തരി എല്ലാം ഇരുന്ന് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഒരിത് നാശമാക്കും. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. നമ്മളിതിൽ ഇൻ കേസ് ഇങ്ങനെ ചെളി ആയിക്കഴിഞ്ഞാൽ റൈഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം നേരെ നമ്മളത് ക്ലീനാക്കി വെക്കുക. വീണ്ടും അത് വെച്ച് ഓടിക്കാതെ നമ്മളതൊന്ന് ക്ലീനാക്കി വെച്ചാൽ മതി, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ബൈക്ക് ആക്ച്വലി കംപ്ലീറ്റ്ലി ഇത് ഫുൾ ചെളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ സൂക്ഷ്മ നോക്കിയാൽ കാണാം, ക്യാമറയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. കംപ്ലീറ്റ് ചെളി പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലും എല്ലാം കംപ്ലീറ്റ് അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ബൈക്ക് കംപ്ലീറ്റ് വാഷ് ചെയ്ത് നീറ്റാക്കുകയാണ്. സോ വാഷിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും വർക്ക് തുടങ്ങാം. ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ചെയിൻ ഈ ഒരു സിങ്ങാമിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഈ ഒരു ഏരിയയിൽ ഇതുപോലൊരു റബ്ബറിൻ്റെ ഒരു പീസ് അവർ കൊടുത്തിട്ടുണ്ട്. ചെയിൻ ഇതിൽ നമ്മുടെ സിങ്ങാമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് എപ്പോഴും നല്ല രീതിയിൽ മണലും പൊടിയും എല്ലാം ഇതിൻ്റെ അടിഭാഗത്ത് എപ്പോഴും മണലും പൊടിയും എല്ലാം കയറി നിൽക്കാൻ നല്ല ചാൻസാണ്. WD-40 ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രേ ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഇത് ക്ലീൻ ചെയ്യാൻ വിട്ടുപോയിരിക്കുക. അപ്പോൾ നമുക്കിനി അതൊന്ന് ക്ലീൻ ചെയ്യാം. അതുകൂടാതെ നമ്മൾ ഇടയ്ക്ക് ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റും അഴിച്ച് ക്ലീൻ ചെയ്യുക. എപ്പോഴും ചെയ്യണമെന്നില്ല, പക്ഷേ ഇടയ്ക്ക് ചെയ്യണം. സോ നമുക്ക് ഈ പ്രാവശ്യം നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. ആദ്യം ഇവിടെ ഒരു നട്ടുണ്ട്, ഈ നട്ടൊന്ന് അഴിക്കുക. ഈ താഴെ ഇവിടെ ഒരു നട്ടുണ്ട്, അതിനെ പയ്യെ അഴിക്കുക. മേളിലൊരു നട്ടുണ്ട്, അതും അഴിക്കുക. അഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസിങ് പോരും. അപ്പോൾ നമുക്കത് പയ്യെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഏരിയയിലുള്ള ഒരു അഴുക്ക് മണൽ കംപ്ലീറ്റ് അടിഞ്ഞിരിക്കുന്നുണ്ടോ, ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഇത് വെച്ച് നമുക്ക് എടുക്കാം. ലൂബും ചെളിയും അഴുക്കും എല്ലാം കൂടെ ഈ രീതിക്കാണ് ഇതിനകത്ത് അഴുക്ക് വരുന്നത്. നമ്മളിത് കംപ്ലീറ്റ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഒരു നട്ട് അഴിക്കാൻ പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ ഇരിക്കുന്നത് ഇതുപോലൊരു ടൂളാണ്. ഈ മേളിലത്തെ ഈ 2 നട്ട് അഴിക്കാൻ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതുപോലെ ഇവിടെ നിന്ന് നട്ട് അഴിക്കണമെങ്കിൽ എനിക്കിവിടെ കുറച്ച് ഗ്യാപ്പ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത് അഴിക്കാൻ പറഞ്ഞത്.
അല്ല നിങ്ങളുടെ കയ്യിൽ വേറെ ടൈപ്പ് ടൂളാണ്, നിങ്ങൾക്ക് ഇത് അഴിക്കാതെ തന്നെ ഈ സൈഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 നട്ടും മാത്രം അഴിച്ചാൽ മതി, ഇതിൻ്റെ ആവശ്യമില്ല. സോ വാഷിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തിരിച്ച് ഡ്രൈ ആകാൻ വേണ്ടി ഞാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് വണ്ടി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ ഒരു ചെയിൻ നമുക്ക് ലൂബ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മഡ് ഫ്ലാപ്പൊക്കെ ഇറക്കിയായിരുന്നു. ഈ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും നമുക്ക് ഈ ഉള്ളിലോട്ട് കോൺടാക്റ്റ് എടുത്തുകൊണ്ട് ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ എപ്പോഴും അഴുക്കായിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു 3 നട്ടാണ്, 2 സൈഡ് അപ്പുറത്തൊരു 2 നട്ട് വരും, ഈ സൈഡിൽ ഇവിടെ ഒരു നട്ട് വരും. ആ നട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി പോരും. എന്നിട്ട് നമുക്ക് അതിനകത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അതും തിരിച്ച് വയ്ക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഇതാണ്, വിസ്ത എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷാമ്പു ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. മാത്രമല്ല ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ഷാമ്പു ആണ്. നമുക്കിത് കുറച്ചെടുത്താൽ മതി, അത്യാവശ്യം നന്നായിട്ട് ഇത് പതയും. എന്നിട്ട് നമുക്ക് വണ്ടി കംപ്ലീറ്റ് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്, സഞ്ജു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് എനിക്ക് വിസ്ത എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ പ്രൊഡക്റ്റിൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് നല്ലതായിട്ട് ബൈക്ക് ക്ലീൻ ആക്കി എടുക്കാം. സോ നമുക്കിനി ചെയിൻ നമുക്ക് ലൂബ് ചെയ്യാം. ഇത്രയും നാൾ ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു എമലൂബിൻ്റെ ലൂബാണ്. ഇത് ഞാൻ ഈ ബൈക്ക് എടുത്ത സമയത്ത് മേടിച്ചതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മളിപ്പം യൂസ് ചെയ്താൽ ഇത് പെട്ടെന്ന് അങ്ങ് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ 500 കിലോമീറ്ററിലാണ് ഞാനത് ലൂബ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ മഴയത്തൊക്കെ ഓടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ ചെയിൻ ഡ്രൈ ആകുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഞാൻ വീണ്ടും ലൂബ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഓൾ ടുഗദർ ഈ ഒരു പ്രോഡക്റ്റ് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ തവണ ഇതിപ്പോൾ ഓവറായി. ഞാനിപ്പോൾ പുതുതായിട്ട് ഞാൻ മേടിച്ചത് ടീബോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ചെയിൻ ലൂബാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന പോളിഷ് ഈ ഒരു മോട്ടോമാക്സിൻ്റെ ഈ ഒരു ബൈക്ക് ലിക്വിഡ് പോളിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലുള്ളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ബൈക്ക് നല്ല ഡ്രൈ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഡ്രൈ ആക്കിയിട്ട് ഇത് ചെയ്യാവുള്ളൂ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ബൈക്ക് ഫുൾ നമുക്ക് ചെയ്യാം.
ഫൈബർ പാർട്സൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോട്ടോമാക്സിൻ്റെ തന്നെ ഈ ഒരു ഡാഷ്ബോർഡ് പോളിഷാണ്. അപ്പോൾ നമുക്കിത് വെച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ നിങ്ങൾക്കിപ്പോൾ കാണാം. നമുക്കിപ്പോൾ ഇത് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, അപ്പോൾ ഒരു ഡിഫറൻസ് അറിയാം. ഇപ്പോൾ ഈ ഒരു കളറും തമ്മിലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ഇത് കംപ്ലീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രഷ് ലുക്ക് വരും. ഇനി ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളത് അലോയ് വീൽസും അതുപോലെ തന്നെ ഈ ഒരു സിങ്ങാമിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അലോയ് വീൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിസ്ത എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ഈ ഒരു റീഷൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് അലോയ് മാത്രമല്ല, നമ്മുടെ ബൈക്കിൽ ഗ്ലോസി ആയിട്ടുള്ള ഏത് ഏരിയ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അലോയ് വീൽസും അതുപോലെ തന്നെ സ്വിങ്ങാം, അതുപോലെ തന്നെ ഇതുപോലെയൊക്കെയുള്ള ഏരിയ, അതുപോലെ തന്നെ ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഈ ഒരു കവർ, ഈ ഇത്തരം ഏരിയകളെല്ലാം നമുക്ക് കവർ ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു സാധനമാണ്. അപ്പോൾ നമുക്കിനി ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും എപ്പോഴും എൻ്റെ മോട്ടോർ സൈക്കിൾ കാണുമ്പോൾ ചോദിക്കും ഇതുപോലെ ഷോറൂം കണ്ടീഷനിൽ എപ്പോഴും എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. മാസത്തിലൊരു 2 പ്രാവശ്യം ഇത്രയൊക്കെ ഞാൻ കഴുകാറുള്ളൂ. ഇൻ കേസ് മഴയൊക്കെ ആണെങ്കിൽ ഞാൻ മഴയത്ത് ഓടിച്ചിട്ട് വന്നിട്ട് ഈ ബാക്കിലത്തെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചെളിയായിട്ട് ഇരിക്കുക. സോ ആ ഒരു ഏരിയ മാത്രം ഞാൻ കഴുകി വയ്ക്കും. അങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഞാൻ ഓവറായിട്ടും കഴുകുന്നത് അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും ഷോപ്പിലൊക്കെ കൊടുത്ത് ഇതുപോലെ ബൈക്സ്, ഇപ്പോൾ ഈ ബൈക്കാണെങ്കിൽ വീണ്ടും ഇത് ഇലക്ട്രിക്കൽ കണക്ഷൻസ് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ KTM പോലത്തെ വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ എല്ലാം എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ബൈക്സൊക്കെ നിങ്ങൾ ഈ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഇലക്ട്രിക്കൽസിനൊക്കെ പെട്ടെന്ന് പണി വരും. അപ്പോൾ നമുക്കിതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ബൈക്ക് എപ്പോഴും സ്വന്തമായിട്ട് കഴുകുക. നമ്മുടെ ബൈക്കിൻ്റെ എല്ലാ പാർട്സിലും നമ്മൾ ടച്ച് ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ പാർട്സും നമ്മൾക്ക് അറിയണം. അല്ല നമ്മൾ വെറുതെ മേടിച്ചിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി എല്ലാം ചെയ്ത് വയ്ക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മളെല്ലാം അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ആ ഒരു മിസ്റ്റേക്സ് നമ്മൾ ലേൺ ചെയ്ത് പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരിക. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് കംപ്ലീറ്റ്ലി ഒന്ന് സെറാമിക് ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട്. അപ്പോൾ സോ ഞാനത് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സജഷൻസ് ഉണ്ട്, വേറെ ഏതെങ്കിലും കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ്സിൽ ഷെയർ ചെയ്യുക. എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.